മോദിയുടെ പാദസേവകരായി മാറിയ ഒരു കൂട്ടം ദേശീയ ചാനലുകളുടെ ഇപ്പോഴത്തെ പണി ബി.ജെ.പിക്ക് വേണ്ടി PR വർക്ക് ചെയ്യുക എന്നതാണ്. നരേന്ദ്രമോദി എന്തു പറയുന്നു അതിനുവേണ്ടി വാഴ്ത്തിപ്പാടൽ നടത്തുക. രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും അവർ അഡ്രസ്സ് ചെയ്യുന്നേയില്ല. ഇപ്പോൾ കർഷക സമരമായാലും തൊഴിലില്ലായ്മയായാലും രൂക്ഷമായ വിലക്കയറ്റമായാലും ഒന്നും അവരുടെ ചർച്ചകളിൽ വരുന്നില്ല. മോദി പറഞ്ഞ 400 സീറ്റ് എങ്ങനെ ബി.ജെ.പിക്ക് ഒപ്പിച്ചു കൊടുക്കാം എന്നതിനു വേണ്ടി സർവേകൾ നടത്താൻ പെടാപ്പാട് പെടുകയാണവർ. അങ്ങനെ വന്ന 3 സർവേകൾ, ABP ന്യൂസിൻ്റെ സർവേ, ഇന്ത്യ TV-യുടെ സർവേ, സി ന്യൂസിൻ്റെ സർവേ, 3ഉം ഒരേ കാലയളവിലാണ് വന്നത്. ആ 3 സർവേകളും എങ്ങനെയാണ് നാട്ടുകാരെ വിഡ്ഢികളാക്കുന്നത് എന്നതാണ് നാം പരിശോധിക്കുന്നത്. ബി.ജെ.പിക്ക് വേണ്ടി നടത്തുന്ന പെയ്ഡ് സർവേകളാണ് ഇതൊക്കെയെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഉദാഹരണം ഒരൊറ്റ സംസ്ഥാനത്തിൻ്റെ കണക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ബി.ജെ.പിയെ എങ്ങനെയെങ്കിലും 350 സീറ്റിനപ്പുറത്തേക്ക് കൊണ്ടുവന്നെത്തിക്കുക എന്നുള്ള ഒരു വ്യഗ്രത ഈ സർവേകളിൽ പലതിലും കാണുന്നുണ്ട്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ചിലർ കുറച്ചു കൊടുക്കുമ്പോൾ ചിലർ കൂട്ടിക്കൊടുക്കും. ഇപ്പോൾ മഹാരാഷ്ട്ര നമ്മൾ അങ്ങനെ ഒരു ഉദാഹരണമായി എടുത്താൽ, സി ന്യൂസും ഇന്ത്യ TV CNX-മായി ചേർന്ന് നടത്തിയ സർവേയിലും ABP സി വോട്ടറുമായി ചേർന്ന് നടത്തിയ സർവേയിലും വലിയ വൈരുദ്ധ്യമുള്ളതായി കാണാം. അതിൽ ഇന്ത്യ TV CNX-മായി നടത്തിയ സർവേയിൽ പറയുന്നത് NDAക്ക് അവിടെ 35 സീറ്റ് കിട്ടും, ഇന്ത്യ മഹാസഖ്യത്തിന് 13 സീറ്റ് കിട്ടും. 35-13 ആകെയുള്ള 48 സീറ്റിൽ അങ്ങനെ വരും എന്ന് ഇന്ത്യ TV CNX-മായി ചേർന്ന് നടത്തിയ സർവേയിൽ പറയുമ്പോൾ, അതേ സമയത്ത് തന്നെ പുറത്തു വന്ന സി ന്യൂസ് മാട്രൈസ് സർവേയിൽ അവർ പറയുന്നത് 45 സീറ്റും NDA നേടും, 3 സീറ്റ് മാത്രമേ ഇന്ത്യ മഹാസഖ്യത്തിന് നേടാനാകൂ എന്നതാണ്. ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെ നടത്തിയ മറ്റൊരു സർവേയാണ് ABP സി വോട്ടർ. ആ സർവേയിൽ പറയുന്നത് NDAക്ക് അവിടെ സീറ്റ് കുറയും എന്നുള്ളതാണ്. അതായത് ഇന്ത്യ മഹാസഖ്യം NDAയേക്കാൾ സീറ്റ് കൂടുതൽ നേടുന്ന സംസ്ഥാനമായിരിക്കും മഹാരാഷ്ട്ര എന്ന കാര്യം അവർ അടിവരയിട്ട് പറയുന്നു. 26 മുതൽ 28 വരെ സീറ്റ് ഇന്ത്യ സഖ്യം നേടുമ്പോൾ 19 മുതൽ 21 വരെ സീറ്റ് മാത്രമേ അവിടെ ബി.ജെ.പിക്ക് നേടാനാകൂ, ബി.ജെ.പി നേതൃത്വം നൽകുന്ന NDAക്ക് നേടാനാകൂ എന്നാണ് സി വോട്ടർ പറയുന്നത്. നോക്കൂ, ഇന്ത്യ TV-യും സി ന്യൂസും NDAക്ക് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ 10 സീറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അത് ഒരേ ദിവസം ഒരേ കാലയളവിൽ നടത്തിയ സർവേയാണ്. അപ്പോൾ എന്ത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ആ 10 സീറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത്? ഇനി സി വോട്ടറിൻ്റെ സർവേയിലേക്ക് വന്നാൽ, ABP-യുടെ സർവേയിലേക്ക് വന്നാൽ അവിടെ അതിനേക്കാൾ വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം എന്നാണ് ആ സർവേ പറയുന്നത്. അപ്പോൾ ഒരേ കാലയളവിൽ ഒരേ രാഷ്ട്രീയ കാരണങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നടത്തിയ 3 സർവേകൾ അങ്ങേയറ്റം ഇങ്ങേയറ്റം യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഫലങ്ങൾ പുറത്തുവിടുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ സർവേയൊന്നും നടത്തുന്നില്ല. ശീതീകരിച്ച മുറികളിലിരുന്ന് അവർ എഴുതിക്കൂട്ടുകയാണ്. ആ എഴുതിക്കൂട്ടൽ എങ്ങനെയെങ്കിലും ബി.ജെ.പിയെ 370-ൽ കൊണ്ടുവന്നെത്തിക്കണം, NDAയെ 400-ൽ കൊണ്ടുവന്നെത്തിക്കണം. NDAക്ക് മൊത്തത്തിൽ 320 സീറ്റുകൾ വരെ നേടാനാകൂ എന്ന് പറഞ്ഞ ഒരു ദേശീയ ചാനൽ തൊട്ടു പിന്നാലെ മോദി 400 പ്രഖ്യാപനം നടത്തിയതിൻ്റെ ഉടനെ തന്നെ സർവേ നടത്തിയിട്ട് 378 സീറ്റ് വരെ കൊണ്ടുവന്നെത്തിച്ചു. എവിടുന്നാണ് ഈ സീറ്റ് എന്ന് ചോദിച്ചാൽ ഓരോ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഈ ഉദാഹരണം മാത്രം ധാരാളം. ഇപ്പോൾ ഇന്ത്യ TV CNX പറയുന്നത് കുറച്ചൊക്കെ യാഥാർത്ഥ്യബോധമുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ 41 സീറ്റും നേടിയ NDAക്ക് ഇത്തവണ 35 സീറ്റേ അവിടെ നേടാനാകൂ എന്ന് അവർ പറയുന്നു. 13 സീറ്റ് അവിടെ ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിക്കുന്നു എന്നുള്ളത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. അവിടെ ശിവസേനയിലും NCPയിലും പിളർപ്പുണ്ടായ പശ്ചാത്തലത്തിലും വോട്ട് ബേസ്, ബി.ജെ.പിക്കെതിരായിട്ടുള്ള വോട്ട് ബേസ് ചോർന്നു പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 35-13 എന്ന സീറ്റു നില. ഇപ്പോൾ 13 സീറ്റ് എന്ന് പറഞ്ഞാൽ 6 സീറ്റ് അധികം കിട്ടുകയാണ്. കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് ഒരു 50 സീറ്റ് അധികം നേടിയാലേ ബി.ജെ.പിക്ക് അവരുടെ 400 എന്നുള്ള മോഹം NDAയെ കൊണ്ടുവന്നെത്തിക്കാൻ സാധിക്കൂ. ഇവിടെ മഹാരാഷ്ട്ര പോലുള്ള ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് 6 സീറ്റുകൾ കുറയും എന്നാണ്
ഇന്ത്യ ടി വി CNXുമായി നടത്തിയ സർവേയിൽ പറയുന്നത് അവർ ഓരോ മണ്ഡലം തിരിച്ചാണ് സർവേ നടത്തിയത്. ഓരോ മണ്ഡലത്തിലും ആര് ജയിക്കാനാണ് സാധ്യത എന്ന് വളരെ കൃത്യമായി വലിയ വിശകലനമാണ് നടത്തുന്നത്. ഓരോ ദിവസവും ഓരോ സംസ്ഥാനത്തെ എടുത്താണ് അവർ വിശകലനം നടത്തുന്നത്. ഇനി ഈ സി ന്യൂസ് മാട്രൈസ് പറയുന്നത് 45-3 എന്നുള്ളതാണ്. അത് ഒരു സാഹചര്യത്തിലും മഹാരാഷ്ട്രയിൽ സംഭവിക്കാനിടയുള്ള ഒരു കാര്യമല്ല. 3 സീറ്റിൽ മാത്രമേ ഇന്ത്യ സഖ്യം ജയിക്കൂ എന്നുള്ളത്. കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കമുള്ള 9 സീറ്റുകൾ അവിടെ ഉണ്ട്. ഏത് രാഷ്ട്രീയ സാഹചര്യം മോശമായാലും ജയിക്കാൻ കഴിയുന്ന 9 സീറ്റുകൾ ഇപ്പോഴവിടെ ഉണ്ട്. നേരത്തെ ശിവസേന പൂർണ്ണമായും BJP-യോടൊപ്പമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. ഇപ്പോൾ അതല്ല. ശിവസേനയുടെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും NCPയിലെ ശരത് പവാർ വിഭാഗത്തിന്റെ വോട്ടും കൂടി ചേർന്നാൽ അവർക്ക് ജയിക്കാൻ കഴിയുന്ന 9 മണ്ഡലങ്ങൾ ഉണ്ട് അവിടെ. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ ടി വി CNX 13 സീറ്റ് വരെ പറയുന്നു. ഇവർ പറയുന്നു 3 സീറ്റേ നേടാനാകൂ എന്ന്. പക്ഷേ ABPC വോട്ടർ പറയുന്നതോ അവിടെ 27 സീറ്റ് വരെ, അതായത് 26 മുതൽ 28 സീറ്റ് വരെ ശരാശരി എടുക്കുമ്പോൾ 27 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിക്കുമെന്നാണ്. ഈ അജിത് പവാർ വിഭാഗവും ഷിൻഡെ വിഭാഗവും ഒക്കെ പോയതൊന്നും രാഷ്ട്രീയമായി ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൻ്റെ ബേസ് വോട്ടുകളെ ബാധിച്ചിട്ടില്ല. ശിവസേനയുടെ വോട്ടുകളിൽ സിംഹഭാഗവും ഇപ്പോഴും ഉദ്ധവിനോടൊപ്പം തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ ആ സർവേ ഫലം പുറത്തുവിട്ടത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 3 സർവേകളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്താ? ഇവർ എന്തിനെയാണ് ഒരു ബേസായി കാണുന്നത്? ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ കാരണങ്ങൾ, ജനങ്ങളുടെ വികാരം, അത് 3 സർവേ ടീമുകൾ ചെന്ന് ആളുകളോട് ചോദിക്കുമ്പോൾ അത് 3ആയി മാറുമോ? ഒരു പൊതുവികാരം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ പൊതുവികാരമായി തന്നെ പ്രതിഫലിക്കപ്പെടണമല്ലോ. അത് പ്രതിഫലിപ്പിക്കപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സർവേകളുടെ ഏറ്റവും വലിയ മണ്ടത്തരം. അതായത് ഇതൊക്കെ പെയ്ഡ് സർവേകളാണ്. ഇപ്പോൾ ഈ ABPC വോട്ടർ തന്നെ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ നൽകിയിട്ടുണ്ടെങ്കിൽ വേറെ ചില സംസ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായി BJPക്ക് സീറ്റ് എണ്ണം കൂട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ 300 കടത്തി 400ലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സർവേകൾ, ഇവരുടെ പൊള്ളത്തരങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ തവണ നടന്ന 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടതാണ്. കൃത്യമായി പ്രവചനം നടത്താൻ പ്രീ പോളിലായാലും എക്സിറ്റ് പോളിലായാലും ഒരു സർവേ ഏജൻസിക്കും സാധിച്ചില്ല. അപ്പോൾ കൃത്യമായി BJPക്ക് വേണ്ടി അന്തം വിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സർവേ ടീമുകൾ ശരിക്കും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ BJPക്ക് അനുകൂലമായ ചിന്താഗതിയിലേക്ക് വളർത്തിയെടുക്കുക എന്ന ഒരു കഠിന പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഈ കണക്കുകൾ കണ്ടാൽ ചിരി വരും, ആലോചിച്ച് അന്തം വിടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്ര.